ഇപ്പോൾ ഒരു ഡേറ്റ നമ്മൾ കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ കാണുന്നത്, ഇപ്പോൾ ഗൂഗിളിൽ അവരുടെ ഒരു ഡേറ്റ പുറത്തുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുക്ക് ടോപ്പുകളെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ സ്ഥലങ്ങളിലുള്ള വിൽപ്പന സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് പേഴ്സണലായിട്ട് അടക്കം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം, കാരണം ഇതിൻ്റെ ഒന്നും കണക്ക് പൂർണ്ണമായി നമുക്ക് കിട്ടില്ല, 12 ലക്ഷം എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ ഒരു മാസത്തിനകത്ത് വിറ്റ് വരവുണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ ഏകദേശ കണക്ക് എടുക്കുന്നത്. ഈ കണക്കുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വന്നാൽ അതിൻ്റെ ഒരു 15% ആൾക്കാർ ഒരേ സമയം ഉപയോഗിച്ചാൽ പോലും ഏകദേശം 300 മുതൽ 360 മെഗാവാട്ട് വരെ നമുക്ക് വൈദ്യുതിയുടെ പീക്കിൽ വ്യത്യാസം ഉണ്ടാവും. 15% പേര് ഉപയോഗിച്ചാൽ മതി ഒരേ സമയത്ത്, മുഴുവൻ പേര് ഉപയോഗിക്കേണ്ട. 12 ലക്ഷത്തിൻ്റെ 15%. ഈ കണക്ക് നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നു. അങ്ങനെ ഒട്ടേറെ കാണാൻ പറ്റാതെ പോകുന്നു. ഇപ്പോൾ AC യുടെ തന്നെ നിങ്ങളൊന്ന് കണക്കെടുത്തോളൂ. AC യുടെ നമ്മൾ കരുതിയതിനേക്കാളും കൂടുതലാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സമാനതകളില്ലാത്ത ചൂടാണ്. 2024 ഇതിന് മുമ്പത്തെ ഏറ്റവും വലിയ പീക്ക് വന്നിരുന്നത് 5760 മെഗാവാട്ടോളം വന്നത് 2024. 2025 എത്തുമ്പോഴത്തേക്ക് അത്രയും വന്നില്ല, അതിന് താഴത്തേക്ക് പോയി. 2026 ഏകദേശം ഒരു 10% ഒക്കെ വളർച്ച ഉണ്ടാവുകയുള്ളൂ എന്നാണ് നമ്മൾ കരുതിയെങ്കിൽ, ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു നാച്ചുറൽ കലാമിറ്റി പോലെ തന്നെ കണക്കാക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ഹീറ്റ് വേവ് എന്ന് പറയുന്നത്. അല്ലായിരുന്നുവെങ്കിൽ, ആ ഹീറ്റ് വേവ് മാത്രമല്ലല്ലോ, നമുക്കറിയാം, നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ചർച്ചകളിലെല്ലാം ഉടനീളം നിൽക്കുന്ന പോലെ തന്നെ ഫെബ്രുവരി അവസാന ആഴ്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ള യുദ്ധസമാനമായിട്ടുള്ള യുദ്ധ സാഹചര്യങ്ങൾ, ഇതെല്ലാം തന്നെ വൈദ്യുതി നമുക്ക് മുൻകൂട്ടി കാണാനാവാത്ത ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് നമുക്ക് വൈദ്യുതി നൽകാനാവാത്ത, അല്ലെങ്കിൽ വൈദ്യുതിയിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവരേണ്ട ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് മുൻകൂട്ടി കാണാനായിട്ട് സാധിച്ചിട്ടില്ല.